ഹൈ, ഉപ്പുമുളക് ലൈറ്റ് ഫാമിലിയുടെ ഫൈനൽ വേർഷൻ. അപ്പുറത്ത് ഭയങ്കര അടിയൊക്കെ നടക്കുന്നുണ്ട്. തല്ലുള്ളി സിജോയും തൊപ്പിക്കാരനും കിടന്ന് അടിയൊക്കെ കൂടുന്നുണ്ട്. അതൊക്കെ ഇവിടെ നിൽക്കിട്ട് നമുക്ക് പിള്ളേരിലേക്ക് വരാം. എന്താണ് അവിടെ നടന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എനിക്ക് മനസ്സിലായ കാര്യം പറയാം. നമ്മളടുത്ത് ആരും പോകണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല, നമ്മൾ അങ്ങോട്ടും വിളിച്ച് ചോദിച്ചിട്ടില്ല, നമുക്ക് അതിനുള്ള സമയമില്ല, താല്പര്യമില്ല. വിഷയം ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ആഘോഷമാക്കി ഇവർ കാശുണ്ടാക്കാനുള്ള ഒരു പ്ലാൻ എന്നാണ് നമ്മളെയൊക്കെ അവർ മനസ്സിലാക്കി തന്നത്. വാസ്തവത്തിൽ അതുകൊണ്ട് ഇതിനകത്ത് പക്ഷേ മെയിൻ സാധനം ഇതൊന്നുമല്ല. കുഞ്ഞൻ എന്ന് പറയുന്ന കൊച്ചു ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഒന്നുകിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാവരുടെ പ്ലാൻ ചെയ്തിട്ട് അനിയത്തിയും ചേട്ടത്തിയും ഒക്കെ ചേർന്ന് എല്ലാവരുടെ പ്ലാൻ ചെയ്തിട്ടുള്ള സംഗതി, അല്ലെങ്കിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. ക്ലാഷ്, ഈഗോ ക്ലാഷ്. കുറേ എക്സ്പ്ലനേഷൻ തള്ളയിരുന്ന് പറയുന്നുണ്ട്. ആര്? ഇപ്പോഴത്തെ കൊച്ചില്ലേ, മറ്റേ പൊന്നു മൂത്ത കൊച്ച്, പല്ലിൽ കമ്പിയൊക്കെ ഇട്ട കുട്ടി, അത് ആ കൊച്ചു പറയുന്നുണ്ട്. കാണാൻ ചന്തം ഉണ്ടെങ്കിലുള്ള മണ്ടയിൽ മസാല മാഫി, അത് മനസ്സിലാവുന്നുണ്ട്. ആദ്യത്തെ ചെറുക്കനെ കല്യാണം കഴിച്ചതിനൊക്കെ പറ്റി ഭയങ്കര ഗ്രമയിൽ ഗ്ലാമറിലൊക്കെ പറയും, ഞാൻ ഭയങ്കര ഡീസൻ്റാണ്, എന്നെ പറ്റിയൊന്നും പറയാൻ പാടില്ല. അപ്പോഴേ മനസ്സിലായി ഈ കൊച്ചഹങ്കാരി കാണിച്ച ചെയ്തെന്തരണെന്ന് നിനക്ക് ഓർമ്മയില്ലേടി, നീ എന്ത് ചെയ്തെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു പയ്യനെ പറഞ്ഞ് പറ്റിച്ചു. എൻഗേജ്മെൻറ്റ് നടത്തിയതിന് ശേഷം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പയ്യൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ആർപ്പും അർമാദം കുറുമാദം ഒക്കെ കാണിച്ചു കൊണ്ട് നടന്നതും പോരാതെ അവനെ പറ്റിച്ചുകൊണ്ട് ഇവൻ്റെ കൂടെ ഇറങ്ങി ഓടി. ആ ഒരാൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഈ പെണ്ണ് ചെയ്തത്. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ ആ പയ്യനോടെങ്കിലും അത് പറയാനുള്ള മാനസിക എളുപ്പം കാണിക്കണ്ടേ? വീട്ടുകാരറിഞ്ഞാൽ അതൊന്ന് 2 ഇടി കിട്ടും, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു അപമാനം ആ ചെറുക്കനിക്ക് ഉണ്ടാക്കി കൊടുത്തതിലെ മൂല കാരണം ഈ കള്ളിയ. അവൾക്ക് ആരോടും ഒരു ഫീലിംഗ് ഇല്ല. അവൾക്ക് അവളുടെ പേരൻസിനോട് ഒരു വിഷമം ഉണ്ടെങ്കിൽ പേരൻസിനെ അങ്ങനെ നാണം കെടുത്തത്തില്ലായിരുന്നു. മറ്റേ പയ്യനോട് അവനോടൊരു സഹതാപം ഉണ്ടായിരുന്നെങ്കിൽ അവനെ അങ്ങനെ മോശപ്പെടുത്തത്തില്ലായിരുന്നു. ഇപ്പോൾ അനിയത്തി കുട്ടി കിട്ടും പണിത്. നമ്മളൊരു വിവാഹം ആലോചിക്കുമ്പോൾ എന്താണ്, ഈ നമ്മുടെ എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഹാഫ് വെഡ്ഡിങ് എന്നല്ലേ പറയാം. അപ്പം ഈ പറയുന്ന രീതിയിൽ പകുതി കല്യാണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു നെറ്റ്. അപ്പോൾ ഈ കല്യാണം ഫിക്സ് ആയതിനു ശേഷം പിന്നെ അതിനെപ്പറ്റി കുറേ വീഡിയോ ഒക്കെ ചെയ്യാം, കാശൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനമായിട്ടിരുന്നത് കല്യാണം ഏകദേശം, അതായത് ഈ എൻഗേജ്മെൻറ്റും കുറച്ചധികം കൊളാബൊക്കെ കിട്ടി നന്നായിട്ട് തന്നെ പോയി എന്നാണ് മനസ്സിലാവുന്നത്. കുറച്ചൊക്കെ അവർ കൊടുത്തും കാണും. അതൊക്കെ കൊടുക്കണം, അതൊക്കെ ഒരു ഉത്തരവാദിത്വമില്ലേ? കൊച്ചുകളുണ്ടായി പിന്നെ അതുങ്ങളെ പഠിപ്പിക്കുകയും ചിലവിന് കൊടുക്കുകയൊക്കെ ചെയ്യണമല്ലോ. അതൊക്കെ പിന്നെ ഒരു ഡ്യൂട്ടിയാണ്, ഇറ്റ്സ് എ ഡ്യൂട്ടി ഉള്ളി. അതൊക്കെ അവർ പയ്യാരം പറയുന്നതൊക്കെ ഓവറാണ്. വിഷയം അതല്ല. കുഞ്ഞനെ ഈ പെണ്ണാണ് ഒരുപാട് ഇൻസൾട്ട് ചെയ്തത്. ഈ പെണ്ണിനോടുള്ള വാശിപ്പുറത്താണ് അവനുമായിട്ട് കൂടുതൽ സംസാരിക്കാനും അവനോട് കാര്യങ്ങൾ പറയാനും ഒക്കെ പോയത്. അവൻ പറയുന്നതൊക്കെ മനസ്സ് വിട്ട് ഇവളോട് പറഞ്ഞും കൊടുത്തു. അവിടെ തല്ലുണ്ട്, അവിടെ ഇങ്ങനെ മോശയും, അവിടെ അങ്ങനെ പറയും എന്നൊക്കെ ഇവള് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞനെ അപമാനിക്കുന്ന രീതിയിൽ ഇപ്പം മൂത്ത ചേച്ചി ഇരുന്ന് ഇത് അത്രയും പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ ഇളയ കുഞ്ഞിൻ്റെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. മിക്കവാറും എല്ലാ വീടുകളിലുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാനും മിഡിലുള്ള കുട്ടിയാണ്. ഈ മൂത്ത കൊച്ചിന് കിട്ടുന്ന കൺസിഡറേഷനും ഇളയ കുട്ടിക്ക് കിട്ടുന്ന കൺസിഡറേഷനും മിഡിൽ കുട്ടിക്ക് കിട്ടാറില്ല. നമ്മൾ കുറച്ച് സ്മാർട്ടും ആയിരിക്കും. അപ്പോൾ എനിക്ക് കുഞ്ഞനെയാണ് ഇഷ്ടം. കുഞ്ഞൻ പറയുന്നതാണ് കറക്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. കുഞ്ഞനെ വിവാഹം ആലോചിച്ച് കൊടുത്തതാണ്. കുഞ്ഞൻ ആ വീട്ടിൽ നടന്ന മുൻപത്തെ ദുരന്തങ്ങൾ കണ്ടവളാണ്. ഒരിക്കലും അവൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കത്തില്ല. ഇതങ്ങനെയല്ല. അനാവശ്യമായി ഈ ബന്ധം തകർക്കാൻ ശ്രമിച്ച ഇവളുടെ ചേട്ടത്തിയുടെ ഭർത്താവിൻ്റെ മുഖത്തൊരടിയാണ് ഈ പോയ പോക്കും വിവാഹവും. അത് മാത്രമല്ല, ആ പയ്യൻ പറയുന്ന ഒരു വലിയ പോയിന്റ് ഉണ്ട്. അവൾ വിവാഹം കഴിഞ്ഞ് എൻ്റെ വീട്ടിലാണ് വന്നത്. അത് മൂത്ത ചേച്ചിക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും. മൂത്ത ചേച്ചി ഇറങ്ങിപ്പോയിട്ട് ഇന്നവരെ ഒരു കുട്ടിയായ ശേഷം പോലും അവനോ അവൻ്റെ വീട്ടുകാർക്കോ കൺവിൻസിങ് ആയോ? അവൾക്കത് ചെയ്യാൻ പറ്റുമോ? എത്രയോ വ്ളോഗ് ചെയ്യുന്ന, അവിടെ പോയി ഇവിടെ പോയി കടയിൽ പോയി അവിടെ പോയി എന്നൊക്കെ പറയുന്നവൾക്ക് അവളുടെ അമ്മായി അപ്പനെയോ അമ്മായി അച്ഛനെയോ ഒന്ന് പോയി കാണാനുള്ള ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇവനെ കൊണ്ട് ആ കുടുംബവുമായി കോംപ്രമൈസ് ചെയ്യിക്കാൻ അവളെ കൊണ്ട് സാധിച്ചോ? ഇല്ല. പക്ഷെ ഈ പയ്യൻ അങ്ങനെയല്ല. പെണ്ണിനെ കെട്ടിക്കൊണ്ട് അവൻ്റെ വീട്ടിലേക്കാണ് പോയത്. അന്തസ്സായിട്ട് അവൻ കൊണ്ടുവന്ന് അവൻ്റെ വീട്ടിൽ വെച്ചിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതവൻ പറയുന്ന ന്യായ. അതിനൊരു സല്യൂട്ട് കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഈ പയ്യനെ പറ്റി അന്വേഷിച്ചു. ഈ പയ്യൻ്റെ ഉദ്യോഗം ശരിയല്ല, എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷൻ അന്വേഷിച്ചു. അതെന്തോ കുറഞ്ഞ ക്വാളിഫിക്കേഷനാണ്, അവിടെ ജോലി കിട്ടാൻ പറ്റാത്തൊരു ക്വാളിഫിക്കേഷനാണ്, ഫേക്ക് ഡിഗ്രിയാണ്, അവൻ പെണ്ണുപിടിയനാണ്. ഇതൊക്കെ എപ്പോഴാണ് അറിയുന്നേ? വിവാഹം കഴിക്കാനായി ഫിക്സ് ചെയ്തിട്ട് 1-2 മാസം മാത്രം ബാലൻസ് ഉള്ളപ്പോഴത്തേക്കാണ് പുള്ളി ഇത് അറിയണേ. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാതെ അച്ഛൻ മോളെ പിടിച്ച് എൻഗേജ് ചെയ്യിച്ചേ. മൊത്തത്തിൽ പടം ഒന്നുമല്ല കാര്യം. ഷെബിന് നല്ല അസൂയയാണ്.
കാരണം അവർക്ക് കിട്ടിയിരുന്ന ഒരു അക്സെപ്റ്റൻസ് ഇനി അവിടെ കുറയും, മറ്റവന് കുറച്ചുകൂടെ വാല്യൂ കൊടുക്കും. കാരണം അവൻ വിവാഹം അന്വേഷിച്ച് വന്ന് വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന ജോലിയുള്ള പയ്യനായിരിക്കും. ഇനി അവന് ജോലി ഇല്ലെങ്കിൽ പോലും അവരെ വീട്ടുകാരവനെ കൺസേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ അവിടെ ഒരു പടി കുറയും. അതുമാത്രമല്ല, അവളുടെ ചാനലും അവളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അത് മുൻപോട്ട് പോകും. ഇവളെക്കാൾ ഉയരത്തിൽ അവൾ എത്തും എന്നുള്ള തിരിച്ചറിവാണ് ഷെബിനെ കൊണ്ട് ഈ ഡാൻസ് കളിപ്പിക്കും. ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ കയറി വീട്ടിൽ കയറി അട്ടിപ്പേറ് കിടക്കുന്ന അവനെ ജോലിയുള്ളൊരു പയ്യനെ കണ്ടപ്പോൾ തോന്നിയ ഒരു തരം കുശുമ്പ്, അത്രയേ ഉള്ളൂ. എനിക്കിതാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇതല്ലെന്ന് പറഞ്ഞിട്ട് തള്ളേ മക്കളും വന്നാൽ എനിക്കൊന്നും പറയാമല്ല, കോഴിക്കുഞ്ഞുങ്ങളെ. എങ്കിൽ പിന്നെ ഞാൻ മറ്റേത് പറയും, ഏത് നിങ്ങളെ ഇത് നിങ്ങളുടെ ചാനൽ ഓടാനുള്ള ഗിമിക്കാണെന്ന് പറയും. എന്ത് തന്നെയാലും കൊള്ളാം കേട്ടോ. അമ്മയ്ക്കും മക്കൾക്കൊക്കെ ശരിക്കും വ്യൂ കിട്ടുന്നുണ്ട്. പോരെ, അത് ഞങ്ങളെയൊക്കെ കണ്ടുപിടി. കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ പഠിച്ച് വല്ലതും പറഞ്ഞാൽ ഒരു പഠിച്ചാത്തനും കാണാനില്ല. പക്ഷെ നീയൊക്കെ വീട്ടിൽ ചോറ് വെച്ച് കറി വെച്ചെന്ന് പറഞ്ഞാൽ മില്യൺ വ്യൂസാണ്. എങ്ങനെയാണെന്തോ അസൂയ എനിച്ചുമുണ്ട്. അതെല്ലാം പോട്ടെ. സംഗതി ഇതാണ് എനിക്ക് മനസ്സിലായത്. ഒത്തിരി പേരുടെ കമൻസിനുള്ള മറുപടിയാണേ. അവിടെ അത്രയും നടന്നിട്ടുള്ളൂ. ആ കൊച്ച് പോയത് ശരിയാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ശരിയാണ്. അതാണ് വാക്ക് പാലിക്കൽ എന്ന് പറയുന്നത്. അവൾ അതങ്ങനെ ചെയ്തെങ്കിൽ ഈ ചേച്ചിക്ക് കൊടുത്ത മറുപടിയാണത്. അങ്ങനെ വേണം ചെയ്യാൻ. അച്ഛനും അമ്മയും നിശ്ചയിച്ച് അവരുടെ അനുഗ്രഹത്തോടു കൂടി പകുതി കല്യാണം കഴിച്ചു വെച്ച ഒരു പയ്യനെ വേണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു കുഴപ്പമില്ല. ഇനി അഥവാ അതിനകത്ത് എന്തെങ്കിലും പാളീച്ചകൾ ഉണ്ടെങ്കിൽ പോലും അത് അവളുടെ കുറ്റമല്ല. അവനെ കണ്ടുപിടിച്ച് കൊടുത്തത് ഈ പേരൻസ് തന്നെയാണ്, തർക്കമില്ല. പിന്നെയാണോ മോശമെന്ന് അറിഞ്ഞത്? ഇനി അഥവാ ആണെങ്കിൽ തന്നെ അവൾ സഹിച്ചു എന്ന് പറയുന്നിടത്ത് അവൾ മനസ്സുകൊണ്ട് ഉറച്ചിരിക്കുന്നു അവനെ തന്നെ, അവൻ്റെ ഒപ്പം തന്നെ ജീവിക്കാനായിട്ട്. എനിക്കിതിനകത്ത് അഡ്വാൻറ്റേജ് ആയി തോന്നിയത് അമ്പലത്തിൽ ആ വിവാഹ ചടങ്ങിൽ അവൻ്റെ അമ്മ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അമ്മ അനുഗ്രഹിച്ച് അമ്മയുടെ സമ്മതത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു പെൺകുട്ടിയെ മാത്രം സ്വീകരിച്ച അവരെ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ ആളുകൾക്കിടയിലേക്ക് ഇട്ടുകൊടുത്ത ഒരു സാധനം അവൻ സ്ത്രീധനമോഹിയാണെന്നും സ്ത്രീധനം കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് വസ്തു വിൽക്കുന്നതെന്നും ഒക്കെയാണ്. ഈ വിവാഹം അടിപൊളിച്ച് സൂപ്പറായിട്ട് ആ ഫാമിലി നടത്തുമായിരുന്നു. അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വിവാഹത്തിൽ നിന്ന് അവരെ പിന്തിരിക്കാൻ വേണ്ടി ഷെബിനും പൊന്നുവും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമമാണ് കുഞ്ഞൻ പൊളിച്ചങ്ങ് കയ്യിൽ കൊടുത്തത്. ഇറങ്ങി പോവുക മാത്രമല്ല, അവരാഗ്രഹിച്ചതുപോലെ ഈ സേവ് ദ ഡേറ്റും കല്യാണവും ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ അവർ നടത്തുക തന്നെ ചെയ്യും. അപ്പം അത് നല്ലൊരു കാര്യമാണ്. ഇവക്കുള്ള അടിയാണ് അത്. കല്യാണം കഴിച്ച് കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ വന്ന് കയറി അവനെയും കൊണ്ട് ആ വീട്ടിൽ തന്നെ കുത്തിക്കയറി താമസിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു പ്രത്യേകതരം ജീവിയായി അവൾ മാറാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അവരുടെ കുടുംബക്കാരിയാണ്. നമ്മളിത് കാണുന്നതുകൊണ്ട് കമൻറ്റ് പറയണമെന്നേ ഉള്ളൂ. എന്ത് തന്നെയായാലും കൊള്ളാം. ആശീർവദിച്ച് അമ്മയും അച്ഛനും കൂടെ മംഗളകരമായി ചേർന്ന് മംഗളകരമായി ആ കുട്ടിയുടെ വീട്ടിൽ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ എന്ത് അന്തസ്സുണ്ടായിരുന്നു. മൂത്ത മോളും മൂത്ത മരുമോനും പറഞ്ഞത് ബ്രെയിൻ വാഷ് കേട്ട് ഇളയ മകളെയും മരുമോനെയും മോശം പറയുന്ന അമ്മച്ചിക്കും അപ്പനിക്കും ആ മകൾ എപ്പോഴെങ്കിലും മറുപടി തരും എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ കൂടെ നിർത്തിയ സാധനം ആ മോളെ പോലെ അല്ലായിരുന്നു. അന്ന് മകൾ നാട്ടുകാരൊക്കെ കമൻ്റ് ഇടുന്നതിനൊക്കെ എതിരായിട്ട് സംസാരിക്കുക നിങ്ങളെ ചേർത്ത് പിടിച്ച മകളാണ്. പിന്നെ കൊച്ചിനെ നോക്കിയ കണക്ക് പറഞ്ഞു, ആ കണക്ക് പറഞ്ഞു. ഇതൊക്കെ പറയുന്നതിനിപ്പോൾ എന്താ കുഴപ്പം? അതൊരു കണക്കാണോ? ആ കുട്ടി ചെയ്തതൊക്കെ അത് പറഞ്ഞു. എന്തുകൊണ്ട് ആ കണക്ക് അവൾ പറഞ്ഞു? നീ ഉപയോഗിക്കുന്ന മൊബൈൽ എൻ്റെതാണെന്നും അവൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ കുറ്റം പറയുന്നത് എന്തിനാണെന്നും ഇങ്ങനെയൊക്കെ അവളെ ചോദ്യം ചെയ്യുകയും വന്ന വണ്ടി എൻ്റെ വണ്ടിയാണെന്നും ഒക്കെ ദാഷ്ട്യം കാണിക്കുമ്പോൾ അല്പത്തരമായി തോന്നിയില്ല എന്നുള്ളത് കഷ്ടം തന്നെ. അമ്മ കഴിഞ്ഞാൽ മൂത്ത ചേച്ചി അമ്മയ്ക്ക് തുല്യമാണ്. അമ്മാതിരി വർത്തമാനമൊക്കെ താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് കിട്ടേണ്ട മറുപടി തന്നെയാണ് കുഞ്ഞൻ തന്നിട്ടുള്ളത്. കുഞ്ഞിന് സംസാരിക്കാൻ അറിയില്ല. കുഞ്ഞൻ പറയുന്നതിൻ്റെ കൂടെ ഏറ്റുപിടിച്ച് മറ്റേ പയ്യൻ പറയണം. അവർ രണ്ടുപേരുടെയും വർത്തമാനം കണ്ടാൽ തന്നെ അറിയാം അവർക്ക് അറിയില്ല ഒരു ചാനൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. പക്ഷെ അവർ സക്സസ് ആവും. ബിക്കോസ് എനിക്ക് ഫീൽ ചെയ്ത് അവർ ഇന്നസെൻ്റ് ആയിട്ടാണ്. എല്ലാവരും കൂടെ അതുങ്ങളെ ആക്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ കുട്ടി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അവൾ കണ്ടുപിടിച്ച മനുഷ്യനല്ല. ഈ പറയുന്ന പൊന്നു ചെയ്തതിൻ്റെ 1% പോലും വരത്തില്ല. അത് പൊന്നു 100% തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി 1% പോലും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവളുടെ മനസാക്ഷിക്ക് തോന്നിയത് ചെയ്തു. ഈ പെർമിഷൻ കൊടുക്കാതെ, അച്ഛനും അമ്മയും പെർമിഷൻ കൊടുക്കാതെ അവനുമായിട്ട് സംസാരിക്കില്ലല്ലോ. അപ്പോൾ വിവാഹം നിശ്ചയിച്ച് അവനുമായിട്ട് സംസാരിച്ച് നല്ലൊരു രീതി നല്ലൊരു ഫോമായ അവക്ക് അവൻ്റെ ഒപ്പം ജീവിക്കണം തോന്നിയില്ല. എന്താ തെറ്റ്? ഒന്നും കൊള്ളാത്ത അങ്ങും ഇങ്ങും കൊള്ളാത്ത ഒരു വായി നോക്കിയ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഈ നാടകം അത്രയും കാണിക്കാൻ പൊന്നുവിന് ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ആ പെണ്ണിന് പറ്റൂലേ? അപ്പോൾ ആ കൊച്ചുങ്ങളെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് പൊന്നു കുഞ്ഞു എന്നൊക്കെ അറിയാവുള്ളൂ. ഏതായാലും ഇതാണ് എനിക്ക് അവരുടെ വിഷയത്തിൽ മനസ്സിലായ ഒരു പിക്ചർ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. പിന്നെ ഫോണ് വിളിച്ച് കിക്കന്മാരെ വിലക്കിയത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആക്ച്വലി അവരുടെ മെയിൻ തിങ് എന്ന് പറയുന്നത് ഇങ്ങനെ കാശുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിക്കന്മാരെല്ലാവരും കൂടെ ചേർന്നവരെ അങ്ങോട്ട് ആക്രമിച്ച ആൾ കുറയുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കിക്കന്മാരെ വിളിച്ച് വിലക്കിയത്. അപ്പോൾ കിക്കന്മാരെല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങിയിരിക്കണം അവരെ സേവ് ചെയ്യാനായിട്ട്. കിക്കന്മാരുടെ ഗ്രൂപ്പ് അങ്ങനെയാണ്. അവരൊരാളെ ടാർഗറ്റ് ചെയ്താൽ അവരെ ഫ്ലോപ്പ് ആക്കും, അവരൊരാളെ ടാർഗറ്റ് ചെയ്താൽ അവരെ സക്സീഡ് ചെയ്യിപ്പിക്കും. അതാണ് അവരുടെ രീതി. മെയിനായിട്ട് ക്രിമിനലുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കിക്കിൻ്റെ കാര്യം. കിക്കിൻ്റെ കാര്യത്തിൽ എന്തായാലും അനന്തു ഒരു തീരുമാനമാക്കും. പക്ഷേ എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, കാരണം അനന്തുൻ്റെ നേച്ചർ വെച്ചിട്ട് അനന്തു പോയി കിക്കിൽ ചേരും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെന്താണെന്നറിയാമോ, ഗ്രൂപ്പിസമാണ്. അവിടെ ഇങ്ങനെ കോറസ് പാടുന്നവർക്ക് ഇവ ഒന്ന് പറയും, അവൻ തന്നെ അത് തന്നെ മറ്റവൻ പറയും, അതേ വീഡിയോ തന്നെ അപ്പുറത്തോനും പറയും, അതേ വീഡിയോ അപ്പുറത്തോനും പറയും, എല്ലാം ഒരേ കോറസാണ്. സെയിം വേവ് ലെങ്ത്, സെയിം ആറ്റിറ്റ്യൂഡ്, ദർ ഈസ് നോ ഡിഫറൻസ്, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ എന്ത് ചെയ്യാം, ഇതൊക്കെ കാണുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നെ ഉൾപ്പെടെ സഹിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയും വ്യൂ ഒന്നും ഇല്ലെങ്കിൽ അല്പം വ്യൂ എനിക്കും തരാം, പാവല്ലേ ഞാൻ. താങ്ക് യു.